Varignon's theorem states that the moment of a force about any point is equal to the moment of force about any point is equal to the sum of the moments of components of the force about the same point. Okay, ഇതാണ് വാരിഗ്നസ് തിയറം. ഓക്കെ, ഇനി ഓരോന്നും പറയാൻ ഞാൻ ഈ ഫിഗർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ആർബിട്രറി ബോഡി ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ആർബിട്രറി ബോഡിയിൽ ബി എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്. ഈ ബി എന്ന് പറഞ്ഞ പോയിന്റിൽ ഒരു റിസൾട്ടന്റ് ആക്ട് ചെയ്യണം, ഒരു റിസൾട്ടന്റ് ഫോഴ്സ്. 1 സെക്കൻഡ്. ഓക്കെ, ബി എന്ന് പറഞ്ഞ പോയിന്റിൽ ആർ എന്ന് പറഞ്ഞ ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യണം. ഓക്കെ, ആ ഫോഴ്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ആർ എന്ന് പറഞ്ഞ ഒരു ഫോഴ്സ്. ഈ ആർ എന്ന് പറഞ്ഞ ഫോഴ്സിന്റെ ഇതാണെന്ന് വെച്ചോളൂ. ആർ എന്ന് പറഞ്ഞ ഫോഴ്സ്, ഈ ആർ എന്ന് പറഞ്ഞ ഫോഴ്സിന്റെ കമ്പോണൻസ് ആണ് പി എന്ന ഫോഴ്സ്, ക്യൂ എന്ന ഫോഴ്സ്. ഓക്കെ, അപ്പോൾ വാരിഗ്നസ് തിയറം പ്രകാരം എന്താ പറയുന്നത്? മൊമെന്റ് ഓഫ് ഫോഴ്സ് അബൌട്ട് എനി പോയിന്റ് ഈസ് ഈക്വൽ ടു, അതായത് ഈ റിസൾട്ടന്റ് ഫോഴ്സ് അല്ലെങ്കിൽ ആർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഫോഴ്സ് കാരണമുള്ള മൊമെന്റ് അബൌട്ട് ഓ, അബൌട്ട് എനി പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഓ ആണ് നമ്മുടെ പോയിന്റ് ആയിട്ട് എടുക്കുന്നത്, ഈസ് ഈക്വൽ ടു സം ഓഫ് ദ മൊമെന്റ്സ് ഓഫ് ദ കമ്പോണൻസ് ഓഫ് ദ ഫോഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു സം ഓഫ് ദ കമ്പോണൻസ് ഓഫ് ദ ഫോഴ്സ്. ഇവിടെ കമ്പോണൻസ് ഓഫ് ഫോഴ്സ് ഏതൊക്കെയാണ്? പി എന്ന ഫോഴ്സും ക്യൂ എന്ന ഫോഴ്സാണ് ഇവിടെ കമ്പോണൻസ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആർ എന്ന ഫോഴ്സ് കാരണമുള്ള മൊമെന്റ് വിൽ ബി ഈക്വൽ ടു സം ഓഫ് ദ മൊമെന്റ്സ് ഓഫ് ദ ഫോഴ്സസ് പി ആൻഡ് ക്യൂ അബൌട്ട് ഒ. അതാണ് വാരിഗ്നസ് തിയറം പറയുന്നത്. ഇനി നമുക്ക് അതിനെ കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അതിനുവേണ്ടി ഈ ഒരു ഫിഗർ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ ഒരു ഫിഗർ നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും, സെയിം ഫിഗർ തന്നെയാണ്. ഇവിടെ ഒരു ചെറിയൊരു കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കിട്ടാനാണ്. മൊമെന്റ് കാണുമ്പോൾ നമുക്കറിയാലോ, മൊമെന്റിന്റെ ഡെഫിനിഷൻ പ്രകാരം എന്തായിരുന്നു? മൊമെന്റ് ഓഫ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു എഫ് ഇൻറ്റു ഡി, എഫ് ഇൻറ്റു എക്സ് എന്നൊക്കെ പറയും. പല ടെക്സ്റ്റ് ബുക്കിൽ പല രൂപത്തിലായിരിക്കും. ഞാൻ ഇപ്പോൾ എഫ് ഇൻറ്റു ഡി എന്ന് പറഞ്ഞെടുക്കുകയാണ്. എഫ് ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ എഫ് എന്താ? എഫ് ഫോഴ്സ്. ഡി എന്താ? ഡി എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദ ഫോഴ്സ് ടു ദ മൊമെന്റ് സെന്റർ. അതാണ് ഡി. അത് ഡി എന്താന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ധാരണ വേണം. ഡി ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദ ഫോഴ്സ് ടു ദ മൊമെന്റ് സെന്റർ. അത് എഴുതി വെച്ചോളൂ കേട്ടോ, അത് ബൈ ഹാർട്ട് ചെയ്തോളൂ. അത് നിങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നോളൂ. മൊമെന്റ് ഓഫ് ഫോഴ്സ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡി, വെർ ഡി ഈസ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദ ഫോഴ്സ് ടു ദ മൊമെന്റ് സെന്റർ. അതാണ് ഡി. ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചെറിയൊരു കൺസ്ട്രക്ഷൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഞാനിവിടെ എഴുതാം. അപ്പോൾ എഴുതുമ്പോൾ എൽ എച്ച് എസ് എന്താ വരും? മൊമെന്റ് ഓഫ് ഫോഴ്സ് എബൌട്ട് എനി പോയിന്റ്. നമ്മുടെ ഫോഴ്സ് ആറാണ്. ആറ് കാരണമുള്ള മൊമെന്റ് എബൌട്ട് ഓ എങ്ങനെ കാണും? ആർ ഇൻറ്റു ഡി ആണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ്. ഈ ആറ് കാരണമുള്ള ഫോഴ്സ്, ഈ ആറിൻ്റെ ലൈൻ ഓഫ് ആക്ഷനിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഡി ആണ്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് പെർപെൻഡിക്കുലർ വരക്കാൻ, ഈ ആർ എന്ന് പറഞ്ഞ ഫോഴ്സിലോട്ട് പെർപെൻഡിക്കുലർ വരക്കണം എന്നുണ്ടെങ്കിൽ ഇത് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഒരു എക്സ്റ്റൻഷൻ ആണ് ഇവിടെ കാണിച്ചുള്ളത്. അപ്പോൾ നമുക്ക് ഒരു പെർപെൻഡിക്കുലർ ഓയിൽ നിന്ന് ഈ ആറിൻ്റെ ലൈൻ ഓഫ് ആക്ഷനിലോട്ട് ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഡി. സോ ആർ ഇൻറ്റു ഡി ഈക്വൽ ടു, അക്കോർഡിംഗ് ടു വാരിഗ്നസ് തിയറം, ഇത് നോട്ട് ചെയ്തോളൂ കേട്ടോ. ഇത് നിങ്ങളെ മെറ്റീരിയൽ ഉണ്ടായിരിക്കില്ല. മെറ്റീരിയൽ വെക്ടർ അപ്രോച്ചിലാണ് ചെയ്തിട്ടുള്ളത്. സ്കാലാർ അപ്രോച്ചിൽ എങ്ങനെ വരും, എങ്ങനെ വാരിഗ്നസ് തിയറം അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ പോയിന്റ് നോട്ട് ചെയ്യാം. ആദ്യം സ്കാലാർ അപ്രോച്ച് പറഞ്ഞിട്ട് വെക്ടർ അപ്രോച്ചിലൂടെ നമുക്ക് പോവാം. സോ മൊമെന്റ് ഓഫ് ഫോഴ്സ് അബൌട്ട് എനി പോയിന്റ്, ദാറ്റ് ഈസ് ആർ ഇൻറ്റു ഡി. മൊമെന്റ് ഓഫ് ഫോഴ്സ് കാണാനുള്ള ഫോർമുലയാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. എന്താണ്? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് ടു ദ മൊമെന്റ് സെന്റർ.
അപ്പോൾ ആർ ഇൻറ്റു ഡി അത് കഴിഞ്ഞു. ഇനി ആർ എച്ച് എസ് സൈഡ് എന്താ? ഈസ് ഈക്വൽ ടു the sum of moments of the components of the force about the same point. നമ്മുടെ മൊമെന്റ് സെന്റർ മാറുന്നില്ല, O തന്നെയാണ്. ഇനി ആറിന്റെ കമ്പോണൻസ് നോക്കാം. ആറിന്റെ കമ്പോണൻസ് ഏതൊക്കെ? ആറിന്റെ കമ്പോണൻസ് പി ക്യൂ, ഈ രണ്ട് കമ്പോണൻസ് ആണ് ആറിനുള്ളത്. അപ്പോൾ അത് കാരണമുള്ള മൊമെന്റ് അബൌട്ട് സെയിം പോയിന്റ് തന്നെയാണ്. അപ്പോൾ പി കാരണമുള്ള മൊമെന്റ് എങ്ങനെ കണ്ടുപിടിക്കും? പി കാരണമുള്ള മൊമെന്റ് നമുക്ക് ആദ്യം ആ ഫോഴ്സ് എഴുതാം. പി എന്ന് പറഞ്ഞ ഫോഴ്സ് ഉണ്ട്. ഇനി ആ പിയുടെ ലൈൻ ഓഫ് ആക്ഷനിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. പിയുടെ ലൈൻ ഓഫ് ആക്ഷനിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ത് വരും? ഒന്ന് പറയൂ, ഫിഗർ നോക്കി. പി ഇത് തന്നെയാണ്, സ്മോൾ പി അല്ലേ? ഓക്കെ, ഇതുവരെ പറഞ്ഞ ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത് അത്ര കോംപ്ലിക്കേഷൻ ഒന്നുമില്ല ഇവിടെ. അപ്പോൾ പി ഇൻറ്റു പി. ഇനി മൊമെന്റ് നമ്മൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അതിന് ഞാൻ ഒരു ലോ ഒക്കെ പറഞ്ഞിരുന്നു. ലോ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ എന്ന് നോക്കിയിട്ടാണ് നമുക്ക് ആ മൊമെന്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് തീരുമാനിക്കേണ്ടത്. അപ്പോൾ പി ഈ ഫോഴ്സ് കാരണമുള്ള മൊമെന്റ് എങ്ങനെ നമുക്ക് കിട്ടും? ഇതിൻ്റെ ഡയറക്ഷൻ കിട്ടാൻ എളുപ്പമാണ്. നമ്മുടെ ഫോഴ്സ് ആദ്യം കൺസിഡർ ചെയ്യാം. ഫോഴ്സ് ഇതാ, കളർ മാറ്റാം. ഫോഴ്സ് ഈ ഒരു ഡയറക്ഷനിലോട്ടാണ് ഫോഴ്സ് വന്നിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ മൊമെന്റ് സെന്റർ എവിടെയാണ്? ഇവിടെയാണ്. അപ്പോൾ ഇതിന്റെ ഡയറക്ഷൻ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മൊമെന്റ് സെന്ററിലോട്ട് നമുക്ക് എളുപ്പത്തിൽ എത്താം. എങ്ങനെ വരണം? ക്ലോക്ക് വൈസ് തിരിയണോ ആന്റി ക്ലോക്ക് വൈസ് തിരിയണോ? നമുക്ക് ഇങ്ങനെ ഈ ഒരു ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോട്ട് വന്നാലാണ് ഇതൊരു എളുപ്പ വഴിയാണ്. നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ സംശയം വരാണ്ടിരിക്കാൻ വേണ്ടി പറഞ്ഞു തരുന്ന ഒരു മെത്തേഡാണ്. ഈ ഒരു പോയിന്റിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്താലാണ് സോ മൊമെന്റ് ഡ്യൂ ടു ഫോഴ്സ് പി ഈസ് ആന്റി ക്ലോക്ക് വൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് എന്തായിരുന്നു? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഹലോ, നെഗറ്റീവ്. ഇതൊരു സൈൻ കൺവെൻഷൻ ആണ്. ചില ടെക്സ്റ്റ് ബുക്കിൽ നേരെ തിരിച്ചെടുക്കും. എന്തായാലും ഞാനിതാ പറഞ്ഞു തരുന്നു, നിങ്ങൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ നിങ്ങൾ ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് നെഗറ്റീവ് ആയിട്ട് എടുക്കുക. ചില ടെക്സ്റ്റ് ബുക്കിൽ നേരെ തിരിച്ചും ചെയ്യും. കൺസിസ്റ്റന്റ് ആവണമെന്ന് മാത്രം. നിങ്ങൾ ഇങ്ങനെ എടുത്താൽ മതി, ആന്റി ക്ലോക്ക് വൈസ് നെഗറ്റീവും ക്ലോക്ക് വൈസ് മൊമെന്റ് പോസിറ്റീവ് ആയിട്ട് എടുത്താൽ മതി. ഓക്കെ, ഇനി ഈ ഒരു ക്യൂ എന്ന് പറഞ്ഞ ഫോഴ്സ് കാണും. ക്യൂ എന്ന് പറഞ്ഞ ഫോഴ്സ്, കളർ മാറ്റാം, സെയിം കളർ തന്നെ ആയതുകൊണ്ട്. ക്യൂ എന്ന് പറഞ്ഞ ഫോഴ്സ് ഈ ഒരു ഡയറക്ഷനിലാണുള്ളത്. ക്യൂ എന്ന് പറഞ്ഞ ഫോഴ്സ്. നൗ ക്യൂ കാരണമുള്ള മൊമെന്റ് എങ്ങനെ വരും? ഒന്ന് പറയൂ. ക്യൂ കാരണമുള്ള മൊമെന്റ് രണ്ട് കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് ഫോഴ്സ് എടുക്കുക. ക്യൂ എന്ന് പറഞ്ഞ ഫോഴ്സ് ക്യൂ തന്നെയാണ്. ക്യൂ ആണ് ഫോഴ്സ് ആയിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ മൊമെന്റ് സെന്ററിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഒന്ന് പറയൂ, എന്തായിരിക്കും? അതന്നെ, ക്യാപിറ്റൽ ക്യൂ ഇൻറ്റു സ്മോൾ ക്യൂ. ഇനി ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അതറിയാൻ എന്താ മെത്തേഡ്? ഞാൻ ഒന്നുകൂടെ പറയാം. ഇനി ഞാൻ പറയില്ല കേട്ടോ, അത് ഡയറക്ഷൻ എങ്ങനെ നോക്കാന്നുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ക്യൂ എന്ന് പറഞ്ഞ ഫോഴ്സ് ഈ ഒരു ഡയറക്ഷനിലാണ്. ഓക്കെ, നമ്മുടെ മൊമെന്റ് സെന്റർ എവിടെയാണ്? ഇവിടെയാണ്. ഇനി ഈ മൊമെന്റ് സെന്ററിലോട്ട് നമുക്ക് എളുപ്പം എത്തണമെന്നുണ്ടെങ്കിൽ എങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം? ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ തിരിഞ്ഞു വരണം. എന്നാൽ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഡയറക്ഷനിൽ വന്നാൽ മതി. ഇതൊരു എളുപ്പ വഴിയാണ്. ഞാൻ വീണ്ടും പറയുന്നത്, ടെക്സ്റ്റ് ബുക്കിലൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് എളുപ്പം അതിൻ്റെ ഡയറക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു മെത്തേഡ് പറഞ്ഞു തരുന്നത്. ഓക്കെ, സോ ഇതെന്താണ്? ഈ ഒരു ഡയറക്ഷൻ എന്താ? ക്ലോക്ക് വൈസ് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, സോ വാരിഗ്നസ് തിയറത്തിനെ നമ്മൾ എന്ത് ഫോമിലാക്കി? ഒരു മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനിലാക്കി ഇങ്ങനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. So, according to Varignan's theorem, moment of force about any point is equal to the sum of the moments of the components of the force about the same point. ഇത് സ്കേലാർ അപ്രോച്ച് ആണ്.
അധിക പ്രോബ്ലംസും സ്കാലാർ അപ്രോച്ചിൽ ആയിരിക്കും ചെയ്യുക. എന്നാൽ ചില പ്രോബ്ലംസ് നിങ്ങൾ വെക്ടർ അപ്രോച്ച് യൂസ് ചെയ്ത് ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത ഈ വാരിഗ്നസ് തിയറം. ഹലോ സർ, ഒരു ഡൗട്ട്. ചോദിച്ചു. ഫിഗറിൽ 2 പോയിന്റ് ഇല്ലേ, പിയും ബിയും? പിയും ഫിഗർ ഞാൻ ഓക്കെ ഇനി പറഞ്ഞോളൂ. 2 പോയിന്റ് ഇല്ലേ, പി അല്ല ഓയും ബിയും? ബി 2 പോയിന്റ് ഉണ്ട് ഇവിടെ. ബി എന്ന് പറഞ്ഞ പോയിന്റ് ഇതാണ്, ഒ എന്ന് പറഞ്ഞ പോയിന്റ് ഇതാണ്. ഇനി പറഞ്ഞോളൂ. സെയിം പോയിന്റ് എന്ന് പറയില്ലേ ഡെഫിനിഷനിൽ? സെയിം പോയിന്റും എനി പോയിന്റ് അത് അതെ, സെയിം പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ബി എന്ന് പറഞ്ഞ പോയിന്റ് നമ്മളിവിടെ ജസ്റ്റ് ആ ഒരു ഫോഴ്സ് R പാസ് ചെയ്യുന്ന ഒരു പോയിന്റ്, അതാണ് ബി. നമ്മുടെ മൊമെന്റ് സെന്റർ ആയിട്ട് എടുക്കുന്നത് O ആണ്. ഇവിടെ സെയിം പോയിന്റ് എന്ന് പറഞ്ഞില്ല ഇവിടെ ഡെഫിനിഷനിൽ. എവിടെ അബൌട്ട് എനി പോയിന്റ് ഈസ് ഈക്വൽ ടു അബൌട്ട് ദ സെയിം പോയിന്റ്. ഓക്കെ, ഈ സെയിം പോയിന്റ് എന്ന് പറഞ്ഞാൽ മൊമെന്റ് സെന്റർ ആണ്. നമ്മുടെ മൊമെന്റ് സെന്റർ ആണ് O എന്ന് പറഞ്ഞ ഈ പോയിന്റ്. ഈ പോയിന്റ് തന്നെ കൺസിഡർ ചെയ്തിട്ടുള്ളൂ രണ്ട് കേസിലും. RHS എഴുതുമ്പോൾ എന്താണ് മൊമെന്റ് ഓഫ് ഫോഴ്സ് അബൌട്ട് എനി പോയിന്റ്. അപ്പോൾ നമ്മൾ എന്താ എഴുതിയേ? R ഇൻറ്റു R എന്ന് എഴുതി. R എന്താ? സി, ഈ R എന്ന് പറഞ്ഞ ക്യാപിറ്റൽ R എന്ന് പറഞ്ഞ ഫോഴ്സ് അതിന്റെ ലൈൻ ഓഫ് ആക്ഷനിൽ നിന്ന് R അല്ല, ഇവിടെ D ആണ്. R ഇൻറ്റു D. ഓക്കെ, R കൺസിഡർ ചെയ്തപ്പോൾ എന്താ? ഇത് തന്നെയാണ് നമ്മുടെ മൊമെന്റ് സെന്റർ. സോ R ഇൻറ്റു ഈ മൊമെന്റ് സെന്ററിലോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് D ആണ് അല്ലെ? R ഇൻറ്റു D വിച്ച് ഈസ് ഈക്വൽ ടു അതിന്റെ കമ്പോണൻസ് കാരണമുള്ള മൊമെന്റ്. അതിന്റെ കമ്പോണൻസ് കാരണമുള്ള മൊമെന്റ് എന്താ? P. ഇനി ഈ ഓയിലോട്ടുള്ള ഡിസ്റ്റൻസ് തന്നെ നമ്മൾ നോക്കുന്നത്. B അവിടെ എടുക്കുന്നില്ലല്ലോ. അപ്പൊ ഈ P എന്ന് പറഞ്ഞ ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷനിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഏതിലോട്ട്? ഓയിലോട്ടുള്ള സെയിം മൊമെന്റ് സെന്റർ. ഓക്കെ, അപ്പൊ P ഇൻറ്റു സ്മോൾ p. മൈനസ് വന്നു. മൈനസ് എങ്ങനെ വന്നതെന്ന് ഞാൻ പറഞ്ഞു, അത് ഇനി പറയില്ല. പിന്നെ Q എന്ന് പറഞ്ഞ ഫോഴ്സ് ഉണ്ട്. Q എന്ന് പറഞ്ഞ ഫോഴ്സ് കാരണമുള്ള മൊമെന്റ് എന്താ പറയാ? Q ഇൻറ്റു ഈ ഓയിലോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്താ? Q ഇൻറ്റു സ്മോൾ q. ഇതിന്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് ഇത് പോസിറ്റീവ് ആയി. ഓക്കെ, ഇതിൽ നമ്മൾ എടുത്ത സെയിം പോയിന്റ് O തന്നെ അല്ലേ? ഡൗട്ട് ക്ലിയർ ആയാ? ക്ലിയർ ആയി. അപ്പോ മൊമെന്റ് സെയിം പോയിന്റ് എന്ന് ഉദ്ദേശിക്കുന്ന സെയിം മൊമെന്റ് സെന്റർ. LHS എഴുതുമ്പോൾ ഏത് മൊമെന്റ് സെന്റർ ആണ് എടുത്തത്? അത് തന്നെയാണ് RHS എഴുതുമ്പോഴും എടുക്കേണ്ട മൊമെന്റ് സെന്റർ. അത്രേ പറഞ്ഞിട്ടുള്ളൂ. ക്ലിയർ? ഇതുപോലെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ക്ലാസ്സിന്റെ ഇടയിൽ ചോദിച്ചോളൂ. അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. അത് നിങ്ങൾ എന്തെങ്കിലും ചെറിയ ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചോളൂ. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രൂഫിലോട്ട് പോവാം. ശരിയല്ലേ? ഹലോ, ഓക്കെ, വാരിഗ്നസ് തിയറത്തിന്റെ പ്രൂഫിലോട്ടാണ് പോകുന്നത്. ഈ വാരിഗ്നസ് തിയറം പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് പല ടെക്സ്റ്റ് ബുക്കിലും, പല ഇന്ത്യൻ ഓതേഴ്സിന്റെ ടെക്സ്റ്റ് ബുക്കിലും അത് സ്കാലാർ അപ്രോച്ച് യൂസ് ചെയ്തിട്ടാണ്. സ്കാലാർ അപ്രോച്ച് യൂസ് ചെയ്ത് ലെങ്തി ആണ്. ഓക്കെ, അപ്പോൾ നല്ലത് നിങ്ങൾ വെക്ടർ അപ്രോച്ച് യൂസ് ചെയ്യലാണ്. വെക്ടർ അപ്രോച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എങ്കിലും നിങ്ങൾക്ക് വെക്ടറിന്റെ ബേസിക്സ് നിങ്ങളെ കയ്യിലുണ്ട്, നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചത് നിങ്ങളെ കയ്യിലുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ ഈ വാരിഗ്നസ് തിയറം വെക്ടർ അപ്രോച്ച് യൂസ് ചെയ്ത് പ്രൂവ് ചെയ്യണം. കാരണം ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. മാർക്ക് ചെയ്ത് വെച്ചോളൂ. ഒരു ഷുവർ ക്വസ്റ്റ്യൻ തന്നെ പറയാം, മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാം സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് വാരിഗ്നസ് തിയറം. ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് പ്രത്യേകം പഠിച്ചു വെക്കാം. ഓക്കെ, നൗ വാരിഗ്നസ് തിയറത്തിന്റെ പ്രൂഫിലോട്ടാണ് പോകുന്നത്. ഓക്കെ, സെയിം ഫിഗർ തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. സെയിം ഫിഗർ കൺസിഡർ ചെയ്യുമ്പോൾ മൊമെന്റ് ഓഫ് ഫോഴ്സ് അതിന്റെ ഡെഫിനിഷൻ പ്രകാരം വെക്ടർ അപ്രോച്ചിൽ നമുക്ക് എന്ത് പറയാം? മൊമെന്റ് ഓഫ് ഫോഴ്സ് മൊമെന്റ് ഓഫ് ഫോഴ്സ് MO. ഇതാണ് നമ്മുടെ R എന്ന് പറഞ്ഞ ഫോഴ്സ്. മാറ്റാം, R എന്ന് പറഞ്ഞ ഫോഴ്സ്. അപ്പോൾ ഈ R എന്ന് പറഞ്ഞ ഫോഴ്സ് കാരണമുള്ള മൊമെന്റ് വെക്ടർ അപ്രോച്ച് പ്രകാരം എങ്ങനെ ആയിരിക്കും? വെക്ടർ അപ്രോച്ച് പ്രകാരം R ക്രോസ് R, മൊമെന്റ് ഓഫ് ഫോഴ്സ് about O is equal to R ക്രോസ് R. ഇത് രണ്ടും വെക്ടർ ആണ് കേട്ടോ. R ബാർ
ചില ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ ഉണ്ടായിരിക്കും, ആർ ബാർ ക്രോസ് ക്യാപിറ്റൽ ആർ ബാർ. ഇത് ബോൾഡ് ചെയ്തുള്ളത് ആ ബാർ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ബോൾഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പല ടെക്സ്റ്റ് ബുക്കിൽ പല നൊട്ടേഷൻ ആയിരിക്കും, അത് കൺഫ്യൂഷൻ ആവേണ്ട. നിങ്ങൾ ഇങ്ങനെ ഫോളോ ചെയ്താൽ മതി. നിങ്ങൾ വെക്ടർ ആണെങ്കിൽ ബാർ ഇട്ട് ചെയ്തോളൂ, കാരണം സ്കൂളിലൊക്കെ നിങ്ങൾ അങ്ങനെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. ആർ ബാർ ക്രോസ് ആർ ബാർ. മൊമെന്റ് ഓഫ് ഫോഴ്സ് അബൌട്ട് ഓ ആണ്. ഈ ഇതെന്താ, ഇത് ഇൻഡു അല്ല, ക്രോസ് ആണ്. ക്രോസ് പ്രൊഡക്റ്റ് പഠിച്ചിട്ടില്ല, ഡോട്ട് പ്രൊഡക്റ്റ് ക്രോസ് പ്രൊഡക്റ്റ് പഠിച്ചിട്ടുണ്ട്. സോ മൊമെന്റ് ഓഫ് ഫോഴ്സ് നിങ്ങൾ ഒരു പക്ഷേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവുക ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഓർമ്മ ഉണ്ടായിരിക്കില്ല. മൊമെന്റ് ഓഫ് ഫോഴ്സ് അബൌട്ട് ഓ അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് ഫോഴ്സ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്. ഞാനൊക്കെ പഠിച്ചിട്ടുള്ള ഇങ്ങനെയാണ്. നിങ്ങൾ ഇങ്ങനെയല്ലേ സ്കൂളിൽ പഠിച്ചിട്ടുള്ള മൊമെന്റ് ഓഫ് ഫോഴ്സ് വെക്ടർ പഠിച്ചപ്പോൾ +1 +2 അല്ലേ? ആർ ക്രോസ് എഫ് എന്നായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. ഇവിടെ എഫിന് പകരം ആറാണ്. ഇവിടെ നമ്മളെടുത്ത ഫോഴ്സ് ആറായതുകൊണ്ടാണ് ആർ എന്ന് നൊട്ടേറ്റ് ചെയ്യുന്നത്. സോ ആർ ക്രോസ് ആർ. മൊമെന്റ് ഓഫ് ഫോഴ്സ് ഈക്വൽ ടു മൊമെന്റ് ഓഫ് ഫോഴ്സ് അബൌട്ട് ഓ ഈക്വൽ ടു ആർ ക്രോസ് ആർ. എങ്ങനെ വന്നത്? ഇത് ഇനി ഓരോന്ന് എന്താന്ന് ഞാൻ പറയാം. ആറ് സംശയമൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക്. ഈ ഒരു ആറായിരിക്കും, ആർ ബാർ ആയിരിക്കും നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. ആർ ബാർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മൊമെന്റ് സെന്ററിൽ നിന്ന്, പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഒന്നും കൺസിഡർ ചെയ്യണ്ട. ഇവിടെ ഈ ഓ എന്ന് പറഞ്ഞ ഈ ഒരു മൊമെന്റ് സെന്ററിൽ നിന്ന് നമ്മുടെ ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷനിലോട്ട് എടുക്കുന്ന ഒരു പൊസിഷൻ വെക്റ്റർ, അതാണ് ആർ ബാർ. R bar is the position vector which is drawn from the moment center to the line of action. എവിടേക്കും ആവാം. ഇവിടെ ബി എന്ന് പറഞ്ഞ പോയിന്റിലോട്ടാണ് വരച്ചത്. ഇപ്പൊ ഇതിന്റെ ഇടയിൽ ഇവിടെ ഒരു സി എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ടെങ്കിൽ ഈ സിയിലോട്ട് ഒരു വെക്ടർ വരച്ചാൽ നമുക്ക് അതിന് ആർ ബാർ എന്ന് നൊട്ടേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ R2 ബാർ എന്നോ എന്ത് വേണമെങ്കിലും നൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് രണ്ട് റിക്വയർമെന്റ് ആണ് വെക്ടർ അപ്രോച്ചിൽ മൊമെന്റ് കാണാനുള്ളത്. ഒന്ന് ഫോഴ്സ് കിട്ടണം, ഒന്ന് ഫോഴ്സും രണ്ടാമതായി വേണ്ടത് ആ ഫോഴ്സിന്റെ ലൈൻ ഓഫ് ആക്ഷനിലോട്ടുള്ള മൊമെന്റ്, ലൈൻ ഓഫ് ആക്ഷനിലോട്ടുള്ള പൊസിഷൻ വെക്ടർ, ലൈൻ ഓഫ് ആക്ഷനിലോട്ടുള്ള പൊസിഷൻ വെക്ടർ. അപ്പോൾ അതാണ് ഇവിടെ ആർ ബാർ. അപ്പോൾ ആർ ബാറും ആറും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് മൊമെന്റ് അബൌട്ട് മൊമെന്റ് സെന്റർ ഓ കിട്ടും. ഇസ് ഈക്വൽ ടു ആർ ബാർ ക്രോസ് ആർ ബാർ. ഈ ഫോർമുല നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അടുത്ത ചെയ്യാൻ പോകണം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഈ വെക്ടർ അപ്രോച്ച് പ്രകാരം ഈ ആർ ബാർ എന്താ, വെക്ടർ ആർ എന്താ? ആക്ച്വലി വെക്ടർ ആർ ഈസ് ഈക്വൽ ടു, അതിന്റെ കമ്പോണൻസ് ആണ് വെക്ടർ പിയും വെക്ടർ ക്യൂവും. ഓക്കെ, സോ വെക്ടർ ആർ ഈക്വൽ ടു വെക്ടർ പി പ്ലസ് വെക്ടർ ക്യൂ എന്ന് പറഞ്ഞൂടെ? പറയാൻ പറ്റുമോ? കാരണം ആറ് റിസൾട്ടന്റ് ആണ്. ഈ വെക്ടർ പിയും വെക്ടർ ക്യൂവും കൂട്ടിയതാണ്, വെക്ടോറിയലി സം ചെയ്തതാണ് വെക്ടർ ആർ. ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ആർ ബാറിന് പകരം എന്തെഴുതാൻ പറ്റും? ആർ ബാറിന് പകരം വെക്ടർ പി, ഇതൊക്കെ വെക്ടർ ആണ് കേട്ടോ, ഇവിടെ ബോൾഡ് ചെയ്തുള്ള അതിൻ്റെ ആ ഒരു അർത്ഥത്തിലാണ്. നിങ്ങൾ വെക്ടർ എന്ന് ഇട്ടോളൂ, ആർ ബാർ അല്ലെങ്കിൽ ബാർ ഇട്ടോളൂ. ആർ ബാർ ക്രോസ് ആർ ബാർ ഈസ് ഈക്വൽ ടു, ആർ ബാറിന് പകരം നമുക്ക് എന്തെഴുതാം? ആർ ബാർ ഈസ് വെക്ടർ സം ഓഫ് വെക്ടർ പി പ്ലസ് വെക്ടർ ക്യൂ. അപ്പോൾ ആർ ബാറിന് പകരം ഞാൻ ഇവിടെ എന്തെഴുതി? പി വെക്ടർ പി പ്ലസ് വെക്ടർ ക്യൂ. നമുക്കറിയാം ക്രോസ് പ്രൊഡക്റ്റ് എന്താണ്? ക്രോസ് പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഫോളോ ചെയ്യും. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ നിങ്ങൾക്കറിയാം എന്താണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഇവിടെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യണമെങ്കിൽ ആർ ക്രോസ് ഓഫ് പി പ്ലസ് ക്യൂ എന്ന് പറഞ്ഞാൽ അത് തന്നെ എന്താണ്? ആർ ക്രോസ് പി പ്ലസ് ആർ ക്രോസ് ക്യൂ. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. സോ ആർ ക്രോസ് വെക്ടർ ആർ ക്രോസ് വെക്ടർ ആർ ഈക്വൽ ടു, ആറിന് പകരം നമ്മൾ എന്ത് എഴുതി? വെക്ടർ പി പ്ലസ് വെക്ടർ ക്യൂ എന്ന് എഴുതി. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ ആർ ക്രോസ് പി പ്ലസ് ആർ ക്രോസ് ക്യൂ ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇതെന്താ ബേസിക്കലി? ഇതെന്താ? ഇത് വാരിയൻസ് തിയറം തന്നെ. ഇവിടെ എന്താ ചെയ്തിട്ടുള്ള? മൊമെന്റ് ഓഫ് ഫോഴ്സ് ആർ ക്രോസ് ആർ എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് ലൈൻ മൊമെന്റ് ഓഫ് ഫോഴ്സ് അബൌട്ട് എനി പോയിന്റ് ഈസ് ഈക്വൽ ടു ഓക്കെ, LHS ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ. ആർ ക്രോസ് ആർ എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഫോഴ്സ് അബൌട്ട് എനി പോയിന്റ് ഈസ് ഈക്വൽ ടു
moment of force, moment of its components about same point. Components ഏതൊക്കെയാണ്? P യും Q ആണ്. അപ്പോൾ അത് കാരണമുള്ള മൊമെന്റ് എന്താ? R cross P plus R cross Q. ഇനി R cross P എന്ന് പറഞ്ഞാൽ എങ്ങനെ P കാരണമുള്ള മൊമെന്റ് ആവാം? കാരണം ഇത് B എന്ന് പറഞ്ഞ പോയിന്റ് കോമൺ ആ. ഈ പിയുടെ ലൈൻ ഓഫ് ആക്ഷനിലും ഉണ്ട്, ക്യൂയുടെ ലൈൻ ഓഫ് ആക്ഷനിലും ഉണ്ട്, ആറിന്റെ ലൈൻ ഓഫ് ആക്ഷനിലും ഉണ്ട്. അപ്പൊ നമ്മൾ പൊസിഷൻ വെക്ടർ 6 തന്നെ എടുത്താൽ മതി. മൂന്ന് ഫോഴ്സിനും പൊസിഷൻ വെക്ടർ 6 തന്നെ എടുത്താൽ മതി. സോ ആർ ബാർ ക്രോസ് പി ബാർ പ്ലസ് ആർ ബാർ ക്രോസ് ക്യൂ ബാർ. സോ ഹെൻസ് ദ പ്രൂഫ് ഓഫ് വാരിഗ്നസ് തിയറം. അപ്പൊ വാരിഗ്നസ് തിയറം പ്രൂവ് ചെയ്യാൻ ഈ വെക്ടർ അപ്രോച്ച് ആകുമ്പോൾ 2 സ്റ്റെപ്പിന്റെ ഉള്ളിൽ പരിപാടി കഴിയും. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളെ മെറ്റീരിയലിൽ ഞാൻ ആ വെക്ടർ അപ്രോച്ച് കൊടുത്തത്. സ്കാലർ അപ്രോച്ചിലും ചെയ്യാം, പക്ഷെ ഇറ്റ് ടേക്സ് ടൈം. കാരണമാണ് നിങ്ങൾക്ക് കൺഫ്യൂഷനും കുറവായിരിക്കും. മനസ്സിലായോ പറഞ്ഞ പ്രൂഫ്? മനസ്സിലായോ? ഓക്കെ. ഇവിടെ ഒരൊറ്റ കാര്യം നമ്മൾ ചെയ്തിട്ടുള്ളൂ. ആറിന് പകരം പി പ്ലസ് ക്യൂ എന്ന് എടുത്തു. വെക്ടർ ആർ ഈക്വൽ ടു വെക്ടർ പി പ്ലസ് വെക്ടർ ക്യൂ. പിന്നെ രണ്ടാമതായി ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്തു. അതോടുകൂടി നമ്മൾ പ്രൂഫിലെത്തി. ഓക്കെ. അപ്പോൾ മനസ്സിലായെങ്കിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. പ്രോബ്ലംസ് അധികം ചെയ്യുന്നത് വെക്ടർ അപ്രോച്ച് യൂസ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും. കാരണം വെക്ടർ അപ്രോച്ചിൽ ചെയ്യുന്നതാണ്. ചില പ്രോബ്ലം ചെയ്യാൻ വെക്ടർ അപ്രോച്ച് ആയിരിക്കും നല്ലത്, ചില പ്രോബ്ലം സ്കാലർ അപ്രോച്ച് ആയിരിക്കും. എനിക്ക് തോന്നുന്നു സ്കാലർ അപ്രോച്ചിൽ ചെയ്യുന്നതായിരിക്കും ഈ വരുന്ന പ്രോബ്ലംസ് നിങ്ങൾക്ക് നല്ലത്. ഓക്കെ. അപ്പോൾ പ്രോബ്ലം എടുക്കൂ. ഫസ്റ്റ് പ്രോബ്ലം എടുക്കൂ. എന്താ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കൂ. ഡിറ്റർമിൻ ദ റിസൾട്ടന്റ് ആൻഡ് പൊസിഷൻ ഓഫ് സിസ്റ്റം ഓഫ് പാരലൽ ഫോഴ്സസ് ആക്ടിങ് ഓൺ എ ബീം ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഒരു ബീം ഇവിടെ തന്നിട്ടുണ്ട് നമുക്ക്. എ എന്ന് പറഞ്ഞ ബീമാണ്. ഈ ഒരു ബീമിൻ്റെ എ എന്ന് പറഞ്ഞ ഒരു പോയിന്റിൽ, എ എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിൽ 80 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ബി എന്ന് പറഞ്ഞ പോയിന്റിൽ 30 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട്. സി എന്ന് പറഞ്ഞ പോയിന്റിൽ 40 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇതിൻ്റെ ഡയറക്ഷൻ കൂടെ കൺസിഡർ ചെയ്യണം. 80 ഡൗൺവേർഡ് ആണ്, എന്നാൽ 30 അപ്വേർഡ് ആണ്. സി എന്ന് പറഞ്ഞ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഡൗൺവേർഡ് ആണ്. ഡി എന്ന് പറഞ്ഞ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അപ്വേർഡ് ആണ്. ഓക്കെ. ഇ എന്ന് പറഞ്ഞ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എങ്ങോട്ടാണ്? ഡൗൺവേർഡ് ആണ്. സോ ഇത്രയും ഫോഴ്സ് ആണ്, സിസ്റ്റം ഓഫ് പാരലൽ ഫോഴ്സ് ആണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഓക്കെ. നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ള എന്തൊക്കെയാണ്? റിസൾട്ടന്റ്. ഡിറ്റർമിൻ ദ റിസൾട്ടന്റ് ആൻഡ് പൊസിഷൻ ഓഫ് സിസ്റ്റം ഓഫ് പാരലൽ ഫോഴ്സസ്. ഓക്കെ. റിസൾട്ടന്റ് കാണാൻ നിങ്ങൾക്കറിയാം. കോമ്പോസിഷൻ ഓഫ് ഫോഴ്സസ് നിങ്ങൾ പഠിച്ചതാണ്. റിസൾട്ടന്റ് എങ്ങനെ കാണാം? റിസൾട്ടന്റ് എങ്ങനെ കാണും? ഒന്ന് പറയൂ ആരെങ്കിലും. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നിങ്ങൾ ഇതിൽ ഒരുപാട് പ്രോബ്ലംസ് നിങ്ങളെ മെറ്റീരിയൽ സോൾവ് ചെയ്ത് 20ഓളം പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ടുണ്ട്. റിസൾട്ടന്റ് ഈക്വൽ ടു -80. ഓ, ആൻസർ അല്ലേ ഞാൻ ചോദിച്ചത്? അതിന്റെ ഫോർമുല ആദ്യം പറയും. ആൻസർ വെരി ഗുഡ്. ചെയ്ത് കഴിഞ്ഞെങ്കിൽ വളരെ നല്ല കാര്യം. ഞാനിത് ഫസ്റ്റ് പ്രോബ്ലം ആയതുകൊണ്ട് ഇതിന്റെ സ്റ്റെപ്സും കൂടെ ഒന്ന് പറഞ്ഞു തന്നിട്ട് സോൾവ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. ഏത് ഫോർമുല യൂസ് ചെയ്തത്? ആർ ഈക്വൽ ടു എന്തായിരുന്നു ഫോർമുല? ഫോർമുല ഒന്നും യൂസ് ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ? എളുപ്പം കിട്ടി. ഈ ഒരു പ്രോബ്ലത്തിൽ ഫോർമുല യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം എല്ലാം വെർട്ടിക്കൽ ഫോഴ്സസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറ്റയടിക്ക് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. എന്നാൽ ഇനി വരുന്ന പ്രോബ്ലംസ് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോർമുല നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് കാരണമാണ് അത് ഫസ്റ്റ് പ്രോബ്ലം ആയതുകൊണ്ടാണ് ഈ ഫോർമുല പറഞ്ഞിട്ട് തന്നെ ചെയ്യുന്നത്. സിഗ്മ fx സ്ക്വയർ പ്ലസ് സിഗ്മ fy സ്ക്വയർ. ഓക്കെ. ഇതാണ് നിങ്ങളുടെ ഫോർമുല. ഇനി സിഗ്മ fx കാണാം. വാട്ട് ഈസ് സിഗ്മ fx? കാണും.
സിഗ്മ എഫ് എക്സ് എന്താ? നിങ്ങൾക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റും. സിഗ്മ എഫ് എക്സ് എന്താ? സിഗ്മ എഫ് എക്സ് ഈസ് 0. എന്തുകൊണ്ടാണ് 0 ആയത്? അല്ല അതും പ്യുവർ, അതെ അതെ അതെ, അല്ല അതും പ്യുവർ വെർട്ടിക്കൽ ഫോഴ്സസ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്യുവർ വെർട്ടിക്കൽ ഫോഴ്സസ് ആണെങ്കിൽ അവിടെ ഹൊറിസോണ്ടൽ കമ്പോണൻസ് ഉണ്ടാവില്ല. എന്നാൽ ഇൻക്ലൈൻഡ് ഫോഴ്സ് ആയിട്ട് വന്നാൽ അതിന് വെർട്ടിക്കൽ കമ്പോണൻറ്റും ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും ഉണ്ടാവും. അപ്പൊ നമ്മൾ അത് കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇനി സിഗ്മ എഫ് വൈ പറഞ്ഞോളൂ. സിഗ്മ എഫ് വൈ ഈക്വൽ ടു പറഞ്ഞു. സിഗ്മ എഫ് ഐ ഈക്വൽ ടു പറയ്, ഓരോരുത്തരുടെ പേര് വിളിച്ച് പറയണോ, പറയിപ്പിക്കണോ? ഫർസാൻ എന്ന് പറഞ്ഞ ഫർസാൻ ഇല്ലേ ക്ലാസ്സില്? ഫർസാൻ. ഫാത്തിമ മജിദ ഉണ്ടോ? എന്നാ ഒന്ന് പറയൂ, എഫ് ഐ എന്താ? എഫ് ഐ എങ്ങനെ വരും? ക്ലാസ്സിലുണ്ടായിരുന്നില്ലേ അപ്പോ? എഫ് ഐ എടുക്കാന് ഫോഴ്സിന്റെ സമ്മേഷൻ ആണ്. എഫ് ഐ എന്ന് പറഞ്ഞാൽ ആൾജിബ്രായിക് സമ്മേഷൻ ആണ്. അപ്പോൾ ഇവിടെ ഫുള്ള് വെർട്ടിക്കൽ ഫോഴ്സസ് അല്ലേ, അപ്പൊ ഡൗൺവേർഡ് ഫോഴ്സ് നെഗറ്റീവ് ആയിട്ട് എടുക്കണം, വെർട്ടിക്കൽ ഫോഴ്സസ് പോസിറ്റീവ് ആയിട്ട് എടുക്കണം, അത്രേ ഉള്ളൂ. സോ എങ്ങനെ വരും? ഇവിടെ 80 കിലോ ന്യൂട്ടൺ ഉണ്ട്. 80 കിലോ ന്യൂട്ടൺ ഡൗൺവേർഡ് ആണ്. ഡൗൺവേർഡ് നെഗറ്റീവ് ആയിട്ട് എടുക്കുക, എന്ത് വരും? -80. സിഗ്മ എഫ് ഐ ഈക്വൽ ടു -80. ഇനി അടുത്ത ഫോഴ്സ് പറഞ്ഞോ. അടുത്ത 30 കിലോ ന്യൂട്ടൺ, അതെന്ത് വരും? +30. അടുത്തത് -40 +50 -60. ഇത്ര ഉള്ളൂ. ഇതെന്ത് വരും? സിഗ്മ എഫ് ഐ എന്ത് വരും? -100 kilonewton. -100 kilonewton. അപ്പോൾ നമുക്ക് സിഗ്മ എഫ് എക്സ് 0 വന്നു, സിഗ്മ എഫ് ഐ -100 kilonewton വന്നു. ഇനി R കാണും. അപ്പോൾ R എന്ത് വരും? R ഈക്വൽ ടു, വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാണിക്കാം, സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമല്ല. 0² പ്ലസ് -100². ഇതെന്താണ്? This will be equal to 100 kilonewton. 100 kilonewton. ഇവിടെ വെർട്ടിക്കൽ ഫോഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? y ഡയറക്ഷനിലായിരിക്കും റിസൾട്ടന്റ്. സോ റിസൾട്ടന്റ് വിൽ ബി ഇൻ y ഡയറക്ഷൻ. എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റിയേ? സിഗ്മ എഫ് എക്സ് 0 ആണ്. സിഗ്മ എഫ് എക്സ് 0 ആയതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന റിസൾട്ടന്റ് വൈൻ്റെ ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു റിസൾട്ടന്റ് നിങ്ങൾക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആ റിസൾട്ടന്റ് ആണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ഈ R. ഇതെല്ലാ ക്വസ്റ്റ്യനിലും തന്നുകൊള്ളണമെന്നില്ല. അപ്പൊ ഈ R എന്ന് പറഞ്ഞ റിസൾട്ടന്റ് ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമായി. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് R വരാന്നൊക്കെ കണ്ടുപിടിക്കണം. R ഇപ്പോൾ y ഡയറക്ഷനിലായിരിക്കും, കാരണം സിഗ്മ എഫ് ഐ -100 kilonewton ആണ് വന്നത്. അപ്പോൾ അത് ഡൗൺവേർഡ് ആയിരിക്കും. അതുകൊണ്ടാണ് R ഇങ്ങനെ ക്വസ്റ്റ്യനിൽ വരച്ച് തന്നിട്ടുള്ളത്. നിങ്ങളോട് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് റിസൾട്ടന്റ് കാണാൻ വെക്കേഷന് മുമ്പ് പഠിപ്പിച്ച കാര്യങ്ങൾ വെച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നാൽ ഇവിടെ പൊസിഷൻ കാണാൻ പറഞ്ഞിട്ടുണ്ട്.
പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഐദർ എൻഡിൽ നിന്ന്, ഒന്നെങ്കിൽ ഈ ഒരു ലെഫ്റ്റിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ റൈറ്റ് വേർഡ് എൻഡിൽ നിന്നായിരിക്കും. അവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് റിസൾട്ടൻ്റ് എവിടെ വരും, ഈ ബീമിൽ എവിടെ വരും എന്നുള്ളതാണ് പൊസിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ അത് മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. പൊസിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഈ എക്സ് എ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് വേർഡ് എൻഡിൽ നിന്ന് റിസൾട്ടൻറ്റിലോട്ടുള്ള ദൂരം, അതാണ് എക്സ്. അപ്പോൾ എക്സ് ആണ് നിങ്ങൾക്ക് പൊസിഷൻ കാണാൻ എന്ന് പറഞ്ഞാൽ എക്സ് കാണാനാണ് വേണ്ടത്. എക്സ് എങ്ങനെ കാണും? എനി ഐഡിയ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക് എക്സ് കാണാൻ? ഇല്ല, എനിക്കും ഐഡിയ കിട്ടില്ല. എക്സ് എങ്ങനെ കാണും? അതാണ് ക്വസ്റ്റ്യൻ. എക്സ് കാണാൻ വാരിഗനസ് തിയറം അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അക്കോർഡിംഗ് ടു വാരിഗനസ് തിയറം എന്ന് പറഞ്ഞിട്ട് എഴുതാം. അടുത്ത സ്റ്റെപ്പായിട്ട് എഴുതാം. അക്കോർഡിംഗ് ടു, നമ്മുടെ എയിം എന്താ, ഒബ്ജക്റ്റീവ് എന്താ? ടു ഫൈൻഡ് പൊസിഷൻ. ടു ഫൈൻഡ് പൊസിഷൻ, പൊസിഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. എക്സ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് കാണേണ്ടത്. സോ അക്കോർഡിംഗ് ടു വാരിഗനസ് തിയറം, according to Varignus theorem, moment of force about any point is equal to sum of the moment of force അല്ലെങ്കിൽ sum of the moments of components of that force about the same point. അതാണ് Varignus theorem പ്രകാരം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? moment of force, LHS, moment of force, നമ്മൾ R എന്ന് പറഞ്ഞ ഫോഴ്സ് ആണ്. R into S is equal to, ആറിന്റെ കമ്പോണൻസ് ആണ് ഇത്. 80 കിലോ ന്യൂട്ടണും 30 കിലോ ന്യൂട്ടണും 40 കിലോ ന്യൂട്ടണും 50 കിലോ ന്യൂട്ടണും 60 കിലോ ന്യൂട്ടണും ആറിന്റെ കമ്പോണൻസ് ആണ്. അല്ലെങ്കിൽ നമുക്ക് നേരെ തിരിച്ചു പറയാം, 80 കിലോ ന്യൂട്ടൺ, 30 കിലോ ന്യൂട്ടൺ, 40 കിലോ ന്യൂട്ടൺ, 50 കിലോ ന്യൂട്ടൺ, 60 കിലോ ന്യൂട്ടൺ എല്ലാം അതിന്റെ റിസൾട്ടന്റ് ആണ് ആർ. അപ്പൊ നേരെ തിരിച്ച് ആറിന്റെ കമ്പോണൻസ് ആയിട്ട് വരുമല്ലോ. ഓക്കെ, റിവേഴ്സ്. ഓക്കെ, സോ ആർ ഇൻറ്റു എക്സ് ഈക്വൽ ടു എന്താണ് പറയൂ? അതിന്റെ കമ്പോണൻസ്. അപ്പോൾ നമ്മളിവിടെ എടുക്കാൻ പോകുന്ന ഫോഴ്സ് നമുക്ക് ഏതൊരു ഭാഗത്തു നിന്നുള്ള ഡിസ്റ്റൻസ് ആണോ കിട്ടേണ്ടത് അതിന് അബൌട്ട് ആയിട്ട് അല്ലെങ്കിൽ അതിന് മൊമെന്റ് സെന്റർ ആയിട്ട് എടുക്കണം. നമുക്ക് ലെഫ്റ്റ് വേർഡ് എൻഡിൽ നിന്നാണ് എക്സ് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് കിട്ടേണ്ടത്. അപ്പോൾ നിങ്ങളെ മൊമെന്റ് സെന്റർ ആയിട്ട് എടുക്കേണ്ടത് ആ ഒരു പോയിന്റിനാണ്. ലെഫ്റ്റ് വേർഡ് എൻഡിലെ പോയിന്റ് എ ആണ് നമ്മുടെ മൊമെന്റ് സെന്റർ. സെന്റർ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. ഈ ആറിന്റെ കമ്പോണൻസ് കാരണമുള്ള മൊമെന്റ്സ് അബൌട്ട് എ കാണും. ഇത് വരും 80. ഇവിടെ 80 എന്ന് പറഞ്ഞൊരു ഫോഴ്സ് ഉണ്ട്. 80 പറഞ്ഞ ഫോഴ്സ് എത്ര ഡിസ്റ്റൻസ് വരാ? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് ടു എ എന്താണ്? 8 into 0. 8 into 0. കാരണം എ എന്ന് പറഞ്ഞ പോയിന്റിൽ തന്നെയാണ് 80 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞ ഫോഴ്സ്. നമ്മൾ ആ ഫോഴ്സ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് പ്രോബ്ലം ആയതുകൊണ്ട് ഞാൻ എടുത്തതാണ്. അടുത്ത പ്രോബ്ലംസ് തൊട്ട് നിങ്ങൾക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത ഫോഴ്സ് എന്താ? അടുത്ത ഫോഴ്സ് 30 കിലോ ന്യൂട്ടൺ ആണ്. ഇനി 30 കിലോ ന്യൂട്ടന്റെ ലൈൻ ഓഫ് ആക്ഷനിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്താ? 2 മീറ്റർ ആണ്. നമുക്ക് എന്ത് ചെയ്താൽ ഇൻറ്റു 2, 30 into 2. ഇനി ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? 30 കിലോ ന്യൂട്ടൺ കാരണമുള്ള മൊമെന്റ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അതറിയണമെന്ന് ഞാൻ എളുപ്പവഴി പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ മൊമെന്റ് സെന്റർ. അങ്ങോട്ട് എത്താൻ ഈ ഒരു രൂപത്തിൽ റൊട്ടേറ്റ് ചെയ്യണം. ഇത് ഏതാ ഡയറക്ഷൻ? ക്ലോക്ക്വൈസ് ആണ്, ആന്റി ക്ലോക്ക്വൈസ്. സോ ദിസ് ഈസ് -30 into 2. അടുത്ത ഫോഴ്സ് ആറിന്റെ അടുത്ത കമ്പോണന്റ് 40 കിലോ ന്യൂട്ടൺ ആണ്. അത് നമ്മൾ ആദ്യം എഴുതി 40. ഇനി ആ 40 കിലോ ന്യൂട്ടന്റെ ലൈൻ ഓഫ് ആക്ഷനിൽ നിന്നുള്ള മൊമെന്റ് സെന്ററിലോട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്താണ്? 4 ആണ്. 40 into 4. ഇനി ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പോൾ എങ്ങനെ വരും? ഇങ്ങനെ വരും. ഓക്കെ, ഇത് ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ? ക്ലോക്ക്വൈസ്. സോ ദിസ് ഈസ് പോസിറ്റീവ്. അടുത്ത ഫോഴ്സ് സിമിലർലി ഈ ഫോഴ്സ് എങ്ങനെ വരും? 50 into perpendicular distance from the line of action of force to the moment center is 8. ഇനി ഇതെങ്ങനെ മൊമെന്റിന്റെ ഡയറക്ഷൻ എങ്ങനെ വരും? ഈ ഒരു ഡയറക്ഷൻ ആണ്. ഈ ഒരു ഡയറക്ഷൻ ആന്റി ക്ലോക്ക് വൈസ് ആണ്. സോ നെഗറ്റീവ്. ഇനി ലാസ്റ്റ് ഫോഴ്സ് 60 കിലോ ന്യൂട്ടൺ ആണ്. അപ്പോൾ 60 കിലോ ന്യൂട്ടൺ താഴെ എഴുതുന്നുണ്ട്. 60 കിലോ ന്യൂട്ടൺ ഇൻറ്റു
എത്ര ഡിസ്റ്റൻസ്? 10 മീറ്റർ. 10. ഇനി ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ എന്നാണ് നോക്കണ്ടേ? ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ? ഇവിടെ നമ്മൾ അപ്വേർഡ് ഡൗൺവേർഡ് അല്ല നോക്കേണ്ടത്, ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ. മൊമെന്റിന്റെ കേസിൽ അതാണ് നോക്കേണ്ടത്. അപ്പോൾ ഇത് ക്ലോക്ക് വൈസ് ആണ്, ക്ലോക്ക് വൈസ് പോസിറ്റീവ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അതുപോലെ തന്നെ ആറിന്റെ വാല്യൂ നിങ്ങൾ ഇവിടെ ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു? 100 അല്ലേ? 100. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എക്സിന്റെ വാല്യൂ കാണാം. അപ്പൊ രണ്ടാമത്തെ സബ് പാർട്ടും കംപ്ലീറ്റ് ആയി. പൊസിഷൻ, റിസൾട്ടന്റ് പൊസിഷൻ നിങ്ങൾക്ക് കിട്ടി. പൊസിഷൻ എന്ത് വരും പറയൂ? വാട്ട് ഈസ് പൊസിഷൻ? പറയൂ. 3 മീറ്റർ ആണ്. 3 മീറ്റർ എക്സാക്ട്ലി. സോ 3 മീറ്റർ ആണ് നമ്മുടെ റിസൾട്ടന്റിന്റെ പൊസിഷൻ വന്നത്. അപ്പൊ റിസൾട്ടന്റിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഓർത്തിരിക്കുക, വാരിഗ്നസ് തിയറം ആണ് നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്യേണ്ടത്. പൊസിഷൻ കാണേണ്ടത് വാരിഗ്നസ് തിയറം യൂസ് ചെയ്തിട്ടാണെന്ന് മനസ്സിലാക്കി വെക്കുക.